ഒരു രാത്രിയിൽ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തി ആ ജഡത്തിന് കാവലിരുന്ന് രാവിലെ പോലീസിന് പിടികൊടുത്ത ഒരു മകൻ. ആ മകന് പിന്നീട് സംഭവിച്ചതെന്ത്? അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്കൊരു സമാധാനമില്ല. അപ്പം അച്ഛൻ ഇപ്പം മരിച്ച സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് അതെല്ലാം സംഭവിച്ചു. അത് കഴിഞ്ഞ കാര്യം. അതിനെക്കുറിച്ച് ഓർക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ ഇപ്പം വന്ന ഈ വിധിയിലൂടെ എതിർത്ത് നമുക്ക് അവനെ രക്ഷിച്ച് കൊണ്ടുവരാനോ ഉള്ള സാഹചര്യം ഇല്ല നമുക്ക്. അതുകൊണ്ട് സങ്കടപ്പെടാൻ മാത്രമേ പറ്റുള്ളൂ. അല്ല ചേച്ചി, ഞാൻ ചോദിക്കുന്നത് മകൻ ചെയ്ത പ്രവൃത്തിയോടെ അപ്പൊ അച്ഛന്റെ ശല്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അച്ഛൻ അത്രയും ശല്യമായിരുന്നു. അത്രയും ശല്യമായിരുന്ന ഒരാളാണ്. പക്ഷെ അതിപ്പം വിധി എന്ന് പറയുമ്പോൾ അത് കോടതിയും കൂടെ തീരുമാനിക്കേണ്ടതാണ്. പിന്നെ മൊഴി കൊടുക്കുന്ന ആൾക്കാർ അതിനെതിരായിട്ട് പലരും മൊഴി കൊടുക്കുമ്പോൾ പിന്നെ അവൻ സ്വന്തമായിട്ട് കുറ്റം ഏറ്റതാണ്. അപ്പൊ പിന്നെ നമുക്ക് അതിൽ കയറി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പറയാൻ പറ്റിയൊരു അവസ്ഥയല്ല. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വിധി വന്നു. അല്ല, അങ്ങനെ നിവൃത്തിയോട് അവൻ ചെയ്തതാണോ? ഇപ്പൊ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ കോടതി അവനെ വെറുതെ വിടാൻ പോവാണ്. നിങ്ങൾക്ക് അപ്പീലില്ല. ഇത് നിങ്ങൾ ഇതുകൊണ്ട് തീരുന്നല്ലോ ഈ വിധി. നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നേരെ ജീവിച്ചു പോണ ഒരാളിനെയാണ് നമ്മൾ ഇതുപോലെ കഷ്ടപ്പെടുത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന. ഓക്കെ, ഇത് ഒരിക്കലും ശിക്ഷ അനുഭവിച്ചിട്ട് പിന്നെ നാട്ടിൽ വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് സമാധാനം തരാത്ത ഒരു മോന്റെ പിറകെ നമുക്ക് പോവാം. എന്റെ അമ്മയ്ക്ക് പോകാൻ വയ്യ. അവർ വയസ്സായി, അവർക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്ക് ഇതിന്റെ ഒന്നും പുറകെ പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഒട്ടും പറ്റില്ല. ഞാനൊരു ഫാമിലിയായി, എനിക്കൊരു കൊച്ചുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒന്നും പുറകെ പോകാനുള്ള സമയമേ ഇല്ല. അപ്പം രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ അത്രയും നല്ലൊരു ക്യാരക്ടറായിട്ടുള്ള ഒരാളല്ല അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യമില്ല. അച്ഛനും മോനും ശരിയല്ലായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ആരെ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. അശോകൻ എന്ന പറഞ്ഞ ആളുടെ ബന്ധുക്കാരനാണ്. അശോകന്റെ മകൻ 2016 അദ്ദേഹത്തിന്റെ പിതാവിനെ കൊലപ്പെടുത്തിയത്. ആ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? ശരിക്കാനായിട്ട് അവൻ ഒരു തിരുവോണത്തിൻ്റെ അന്ന് രാത്രി ഇവിടെ ഈ വീട്ടിൽ വെച്ചായിരുന്നു അവനെ മദ്യവെച്ചുകൊണ്ട് വന്നിട്ട് അവനെ കൊലപ്പെടുത്തിയതും തീയിട്ട് അവനെ ശരീരം എല്ലാം ചുടുകയും എല്ലാം വ്യാപിച്ച എല്ലാം പോസ്റ്റ്മോർട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഭാര്യയെല്ലാം ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ടെന്ന് ഡോക്ടറെ ഞങ്ങൾ കോടതിയിൽ പോയപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു. 6 ഭാര്യയിൽ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നെല്ലാം ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാറേ ഇത് നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അരുണാണ് ഇങ്ങനെ ചെയ്തത്. സ്വന്തം അച്ഛനെ അവൻ തന്നെ കൊലപ്പെടുത്തിയത്. ഇവിടെ വെച്ച് തന്നെ മരണപ്പെട്ടായിരുന്നു. ഇവിടെ വെച്ച് തന്നെ മരിച്ചു കിടന്ന് അവന്റെ അമ്മ എന്നെ പിറ്റേ ദിവസം രാവിലെ ചെന്ന് രാത്രിയാണ് സംഭവം നടക്കുന്നത്. രാത്രി എങ്ങാണ്ടാണ് സംഭവം നടന്നത്. ഒരു 12 മണിക്ക് ഇരിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മളാരും തിരിഞ്ഞു താമസക്കാരായിട്ട് ആരൊക്കെയാണ്? അവർ കുടുംബത്തോടെ ഉണ്ടായിരുന്നു. പിന്നെ അതായത് അരുണും അരുണിന്റെ സഹോദരിയില്ല, സഹോദരി ബാംഗ്ലൂരാണ്. ആ കുട്ടി അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മരണത്തിന് ശേഷമാണ് ഈ കൊച്ചിനെ വിളിച്ച് ഞങ്ങൾ അറിയിച്ച് കുട്ടിയെ വരുത്തിയത്. അരുൺ എങ്ങനെയായിരുന്നു അതിനു മുമ്പായിട്ട് ഇവ സ്ഥിരം മദ്യപാനിയും ആവാസനായിട്ടുള്ള ഇതായിരുന്നു. അച്ഛനെ കൊന്നെന്ന് പറയുന്നൊരു ഭാവവ്യത്യാസം അല്ലെങ്കിൽ അതിനുശേഷം പശ്ചാത്താപം വല്ലതും പിന്നീട് കണ്ടപ്പോൾ തോന്നിയിരുന്നു? അങ്ങനത്തെ ഒരു ഇതും അവനില്ല. അവന് എന്നെയും കൂടെ കൊല്ലണമെന്നുള്ളതായിരുന്നു അവന്റെ താല്പര്യം. കേസ് നടക്കുന്ന സമയത്ത് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. കേസ് നടന്ന് എന്നിട്ട് വന്നിട്ട് ആ സമയത്ത് ഇവിടെ ആരെങ്കിലും താമസം ഉണ്ടായിരുന്നു? ഇവിടെ അവനും അവന്റെ കൂടെ ജയിലിൽ കിടന്ന ആ നാട്ടിലുള്ള ഒരു കക്ഷി ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് പരിചയപ്പെട്ട അവർ നേരെ വന്നത് ഇവിടെയാണ്. ഇവിടെയാണ് താമസിച്ചത്. എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ഇവിടെ ഇത് പറ്റൂല എന്ന്. അപ്പോഴേ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ വലിയ വിലയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇവിടെ വരുമായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് ഇവനെ കിട്ടൂല. അങ്ങനെയൊക്കെ ആയിരുന്നു. ശല്യമായിരുന്നു പൊതുവിൽ ഈ ഇവിടങ്ങളിൽ. നിങ്ങളുടെ ബന്ധുക്കളായ നിങ്ങളെയും ഭീഷണിപ്പെടുത്തുമായിരുന്നു? എന്നെയും കൂടെ കൊല്ലാനല്ലേ അന്ന് ഒരുങ്ങി. അന്ന് ഞാൻ വീട്ടിന് തായി പോയതുകൊണ്ടാണ് ഇവന് രക്ഷപ്പെട്ടത്. അരുണിന്റെ ഇപ്പോഴത്തെ ശിക്ഷ അറിഞ്ഞിരുന്നോ? ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടായിരുന്നു. ബന്ധുക്കളെന്നുള്ള നിലയ്ക്ക് ഈ ശിക്ഷ നിങ്ങൾക്ക് തൃപ്തികരമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിക്കുന്ന കാലം വരെ അവൻ കിടക്കണം എന്നുള്ളതാണ് കാര്യം. ഈ വയസ്സാകാലത്ത് എനിക്ക് അവൻ്റെ കൈയൊന്നും പിടിക്കാനുള്ള ആരോഗ്യമില്ല. അവൻ്റെ കൂട്ടുകാർ കൂടെ വന്നിട്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ ഇവിടെ വന്നിട്ട് പോലും ഞങ്ങൾക്ക് ശല്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അല്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു പയ്യനല്ല. ഈ അമ്മയായിട്ടും സഹോദരിയായിട്ടും അരുൺ സഹകരണം ഉണ്ടായിരുന്നോ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം? ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇവൻ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കും. അവർ കുറെ നാളായി ഇവിടെ വിട്ടു പോയിട്ട്? അവർ പോയിട്ട് വർഷങ്ങളായി. വീടിപ്പം ജപ്തി വക്കിലാണ്. ജപ്തി നോട്ടീസ് ഒട്ടിച്ചു കഴിഞ്ഞു. അത് ശരി. അതെന്താണ് ഈ ജപ്തിയുടെ വക്കിൽ വരാനുള്ള കാരണം? ഈ കുട്ടിയെ പഠിക്കാനായിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. ആരാണ്? അരുണിന്റെ സഹോദരിയെ പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ ലോണല്ലേ, അതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നേരത്ത് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ഇവിടെ ജയിലിൽ നിന്ന് വന്നിട്ട് തന്നെ അവന് ഇവിടെ അവൻ്റെ കൂട്ടുകാരായിട്ട് വന്ന് മദ്യപാനം
മറ്റേ മയക്കുമരുന്നിൻ്റെ ജോലിക്കൊന്നും പോയില്ല. ജോലിക്ക് ഒരു ഇതിനും പോവില്ല. ജോലിക്ക് വരുമാനമൊക്കെ എങ്ങനെ വരുമാനം എന്ന് പറഞ്ഞാൽ ഓരോന്ന് വിറ്റും പിടിച്ചുള്ള ഇത് തന്നെ. എന്തെങ്കിലും ഈ നിൽക്കുന്ന പ്ലാവ് എല്ലാം മുറിച്ച് വിറ്റതാണ് ഈ പ്ലാവ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് അത് ഈ അമ്മയും സഹോദരി അറിഞ്ഞിരുന്നില്ല. അവരുടെ ഇവ അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തല്ലേ, അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി ഇന്നിപ്പോൾ 500 രൂപ വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ അപ്പോഴും അവിടെ ചെല്ലും, ഭീഷണി കാണിക്കും, അവർ പേടിച്ച് കൊടുക്കും. അത് ശരി. ആ കുട്ടിയെ കെട്ടിയൊരു പയ്യൻ എന്ന് പറഞ്ഞാൽ അവനൊരു പാവപ്പെട്ട ഒരു പയ്യനാണ്. ഈ നടയിൽ ഒരു കാണിക്ക അമ്പലമുണ്ട് ഇവിടെ, അത് കുടുംബക്ഷേത്രമാണ്. അത് ഇക്കറിയാം കാണിക്കപ്പെട്ട് കുടുംബക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി ഇവനും ഇവന്റെ കൂടെ ഉള്ള രണ്ടുപേരും കൂടെ ചേർന്നാണ്. അവരും പ്രതികളായി പല കേസുകളിൽപ്പെട്ട ആൾക്കാരാണ്. രണ്ടുപേരും കേസിൽപ്പെട്ട് രണ്ടുപേരും അകത്തായിരുന്നു. ഈ നാട്ടുകാർക്ക് മൊത്തം ഒരു ശല്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഈ കൊലപാതകം ചെയ്തതിനു ശേഷം പോയി ജയിലിൽ കിടന്നതിന് ശേഷവും തിരിച്ചു വന്നപ്പോൾ അതുപോലുള്ള ആൾക്കാരെ കൊണ്ടാണ് തിരിച്ചു കൂട്ടുകാരായിട്ട് വന്നത്. ഇവിടെ ആർക്കും ഇതുവഴി നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ, രാത്രി ആയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും അങ്ങോട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇവന്റെ പോക്കും വരവല്ല. കഞ്ചാവ് ഉപയോഗിക്കും. അവൻ കഞ്ചാവിന്റെ ആളാണ്. വിൽപ്പന ഉണ്ടായിരുന്നു. അവന് വിൽപ്പനയൊക്കെ ഈ പരിസരത്ത് ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ എടുക്കാനൊക്കെ അങ്ങനെയൊക്കെ വന്ന് തന്നെ പോലീസുകാർ HSR എല്ലാം ഇവിടെ കയറി ഇറങ്ങി. ഇവൻ നല്ലവരെന്ന് ഒരിക്കലും ഈ നാട്ടുകാരും പറയില്ല, ബന്ധുക്കളും പറയില്ല, നല്ലതെന്ന് പറയില്ല. ഈ വിധി അർഹതപ്പെട്ടതാണ്, അത്രയേ ഉള്ളൂ. അർഹതപ്പെട്ടതാണ്. അവന്റെ ജീവിതകാലം മൊത്തം ഇങ്ങനെ കിടന്ന് ഈ തന്തേനെ കൊന്നപോലെ മരിക്കണമെന്നുള്ളതാണ് ഞങ്ങളെ എല്ലാ ആഗ്രഹം. ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പിന്നെ അരുണ് വീണ്ടും ഇവിടെ തന്നെ മടങ്ങി വരാൻ ഇവിടെ വരികയാണെങ്കിൽ ഇനി നാട്ടുകാർ ഇവിടെ പട്ടിയെ തല്ലും പോലെ തല്ലും. അത്രയ്ക്കും ക്രൂരതയാണ് ഈ പരിസരങ്ങളിൽ. ദേഷ്യം ആൾക്കാരിലുണ്ട്. അത്രയും ആൾക്കാരും ഈ ജയിലിൽ പോയിട്ട് കിടന്നിട്ട് വന്നിട്ട് പോലും അവൻ കാണിച്ച ക്രൂരത ഈ നാട്ടുകാർക്കെല്ലാം പ്രതിമുട്ടി നടക്കുകയാണ്. അരുണിന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ആസ്പദമായ സംഭവത്തിന്റെ ഒന്നാമത്തെ സാക്ഷി. ഒന്ന് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? അത് അന്ന് രാത്രിയിൽ എന്നത്തെ ഞങ്ങൾക്ക് ഓണമായിരുന്നു. ഓണത്തിന് അച്ഛനും മോനും കൂടെ മദ്യപിച്ചുകൊണ്ടുള്ള ബഹളവും ഒക്കെ ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു. രാത്രി ഒരു 12 മണിയാവും. 12 മണിയായപ്പോഴത്തേക്ക് ആദ്യം അച്ഛൻ്റെ ബഹളം, രണ്ടാമത് മോൻ്റെ ബഹളം. അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിലായിരുന്നു ആ വീട്. പക്ഷേ പിറ്റേന്ന് നേരം എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന ആളെയാണ്. മോൻ ഒന്നും അറിയാത്തവർക്ക് അടുത്ത് നിൽക്കുകയാണ്. രാത്രിയാണ് സംഭവം. അപ്പോൾ ആ സംഭവം നടന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. 12 മണി കഴിയും. അങ്ങനെയുള്ള സംഭവമാണ് നടന്നത്. അപ്പോൾ അനിയത്തി ഞങ്ങളെ വീട്ടിലായിരുന്നു. അന്ന് രാത്രി ഇവര് അച്ഛൻ്റെയും മോൻ്റെയും ബഹളം കൊണ്ട് മരണപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അല്ല, മരണപ്പെട്ടു എന്നുള്ള ഒന്നും അറിയാൻ പറ്റൂലായിരുന്നല്ല. അച്ഛനും മോനും കൂടെ ബഹളത്തിലും പാത്രം പറക്കിരിക്കും, ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ ബഹളവും ഇല്ല. 12:30 മണിക്ക് ശേഷം അച്ഛൻ്റെ ബഹളവും ഇല്ല, മോൻ്റെ ബഹളവും ഇല്ല. അപ്പം അച്ഛൻ ഉറങ്ങിയേക്കാണും മോൻ ഉറങ്ങിക്കാണും എന്നാണ് നമ്മളെ വിചാരിച്ചത്. പക്ഷേ നേരമെടുത്ത് ഈ അമ്മ ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് ചെന്ന് ചോദിച്ചപ്പോൾ കാണാം അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ ജീവനും അവർ വധഭീഷണി പോലെ ആയിരുന്നല്ലോ അവൻ്റെത്. ഞങ്ങളെ ജീവനും പോലും അപകടം വില പേശുന്ന രീതിയിലായിരുന്നു അവൻ്റെ വർത്താനം. ഞങ്ങളെ പുറം കാണിക്കൂല, ഞങ്ങളെ കൊല്ലുമെന്നുള്ള രീതിയിലുള്ളതാണ്. മറ്റുള്ളവരെ കൊണ്ടുവന്നും കൂടെയാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സ്വന്തം അനിയത്തിയുടെ മകന് ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ വിധിച്ചതിൽ എന്താണ് താങ്കളുടെ ഇത് പറയുകയാണെങ്കിൽ ഒരു അച്ഛൻ്റെ വിളി. ഇനി ഒരു വീട്ടിലും ഒരു മക്കളും ഇതുപോലെ ഒരു അച്ഛനെ ചെയ്യരുത്. ഏതാ മക്കളായാലും ഇങ്ങനെ ചെയ്ത മക്കൾക്ക് കൊടുക്കുക തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛന്മാരെയും വിളി ഞാൻ കേൾക്കരുത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് അച്ഛനും മോനും കൂടെ അടികൂടി ബഹളമൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു അച്ഛനെ ഇങ്ങനെ ചെയ്ത മോന് ഒരിക്കലും വെറുതെ വിടല്. ഇനിയുള്ള തലമുറയ്ക്കായാലും ശരി, ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ വളർത്തണ മക്കളെ ആ മക്കൾ ഇങ്ങനെ ചെയ്തതിൽ ഒരു നിയമം ഒരിക്കലും ഒരു മക്കളെ ഇങ്ങനെ വെറുതെ വിടരുത്. വിട്ടാൽ പിന്നെ ഇതൊരു പാഠമായിപ്പോവും. ഇങ്ങനെ ഓരോ അച്ഛന്മാരെയും മക്കൾ കൊന്നുകൊണ്ടിരിക്കൂലേ, അതിനെല്ലാം സമയം കാണുള്ളൂ. ഈ വിധിയിൽ സംതൃപ്തിയാണ്. എനിക്ക് ഈ വിധിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യം പറഞ്ഞ സഹോദരി എന്തായിരിക്കും സഹോദരിയുടെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സഹോദരി നല്ല രീതിയിൽ പോയെങ്കിൽ ഈ അച്ഛനും മോനും ഇങ്ങനെ പോകില്ല. അപ്പൊ ഇതുപോലെ അമ്മയും അന്ന് നിന്നിരുന്നുവെങ്കിൽ ഈ അച്ഛനും മോനും ഇങ്ങനെ വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.